ഒരു രീതിയിൽ കണ്ടുപിടിക്കത്തില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ പ്രതിക്കുണ്ടായിരുന്നു. അത് നമ്മൾ ബ്രേക്ക് ചെയ്ത് കൊടുത്തു. ഞങ്ങൾ അയാളിലേക്ക് എത്തിയപ്പോൾ അയാൾ പോലും അത്ഭുതപ്പെട്ടു. പോലീസ് എങ്ങനെ എന്നിൽ എത്തി എന്നുള്ളത് പുള്ളിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. നമ്പർ പ്ലേറ്റൊക്കെ വളച്ചു വെച്ചിട്ടാണ് അയാൾ ആ രീതിയിലൊക്കെ അയാൾ പിടിക്കരുത് എന്നൊരു എല്ലാ രീതിയിലുള്ള എഫേർട്ടും എടുത്തിരുന്നു. വാഗത്താനത്തെ ഏറ്റവും ഒരു സെൻസേഷണലായ എന്നാലും ഒരു ഹാർട്ട് ടച്ചിങ് ആയ ഒരു കേസിനെ കുറിച്ച് ആണ് എനിക്ക് പറയാനുള്ളത്. 25-ാം തീയതി രാവിലെ ഒരു 6:15 മണിക്ക് വാഗത്താനത്ത് വെട്ടിക്കവല ഭാഗത്തുള്ളൊരു ലീലാമ്മ രാജു എന്നൊരമ്മ ഒരു സാധാരണ പെട്ടിക്കട, ഒരു ഓലമേഞ്ഞ ഒരു ചെറിയൊരു പെട്ടിക്കട നടത്തുന്നു. അവർ ചായ വിറ്റും കപ്പ വിറ്റുമൊക്കെയാണ് ജീവിക്കുന്നത്. വളരെ സാധാരണക്കാരായ ആൾക്കാരാണ്. 6:15 ഒരു 6:30 കൂടി അവർ 6:15 സാറിന് തുറക്കും. കട തുറന്ന് ചായയൊക്കെ കൊടുത്ത് കപ്പയൊക്കെ വിറ്റാണ് അവർ ജീവിക്കുന്നത്. 6:30 കൂടി ഒരു വ്യക്തി വന്നിട്ട് ഒരു സ്കൂട്ടറിലാണ് വന്നത്. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, കാക്കി കളർ ഷർട്ടും ഒരു കറുത്ത മുണ്ടുമാണ് വേഷം. ആദ്യം ഒരു ചായ കുടിക്കുന്നു, രണ്ടാമത് വീണ്ടും ചായ കുടിക്കുന്നു. കപ്പ വേണമെന്ന് പറഞ്ഞിട്ട് കപ്പ വാങ്ങുന്നു. ഒരു പ്രാവശ്യം വാങ്ങി, രണ്ടാമത് പ്രാവശ്യം വീണ്ടും വാങ്ങും. എനിക്ക് തോന്നുന്നത് നല്ല അവസരങ്ങൾ നോക്കി ചുറ്റുപാടുകളൊക്കെ ഒഴിവായി സേഫായിട്ട് ഒരു സാഹചര്യം കിട്ടാനായിട്ടാണ് വീണ്ടും ഇത് ഈ ചേച്ചി കൊണ്ട് ഇയാൾ എടുപ്പിച്ചത്. വീണ്ടും ലാസ്റ്റ് രണ്ടാമത് കപ്പ മേടിച്ചിട്ട് വീണ്ടും പറഞ്ഞ് കപ്പയുടെ വലിയ പീസായിപ്പോയി, അതുകൊണ്ട് ചെറുതെടുക്കണമെന്നും പറഞ്ഞ് ഇവർ കുരിഞ്ഞ് നിന്നുകൊണ്ട് ചെറിയ പീസ് എടുക്കുന്ന സമയത്ത് ഇവരുടെ കഴുത്തേ കിടന്ന 2.5 ഗ്രാം 2 പവൻ 5 ഗ്രാം ഏകദേശം ഇന്നത്തെ വിലയ്ക്ക് ഒരു 3 ലക്ഷം രൂപയോളം വില വരും. അത്രയും സ്വർണ്ണാഭരണം ഇവിടെ ഒരു മാല ഇവരുടെ കഴുത്തേ കിടന്നിരുന്നു. ഇവൻ പെട്ടെന്ന് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു. മാല പറിച്ച് ഇവനെ ഓടി അമ്മയ്ക്കൊട്ടൊരു അടി കൊടുത്തിട്ടാണ് കൊണ്ട് പോകുന്നത്. അപ്പോൾ പുറകെ ഓടി ഇവർ ഈ അമ്മയെ ഉരുണ്ട് വീഴുന്നുണ്ട്. എന്നിട്ട് ഈ സ്കൂട്ടറിൽ ഇവൻ എടുത്ത് പോയി. ഞങ്ങൾ പോലീസ് പാർട്ടി അപ്പോൾ തന്നെ അറിഞ്ഞപാട് അവിടെ ചെന്നു. ഞാനവിടെ ചെന്നിരുന്നു. ഞാൻ ഈ അമ്മയോട് സംസാരിച്ചപ്പം അപ്പോഴും അവർ വിങ്ങിക്കൊണ്ടാണ് പറയുന്നത്. അവർക്ക് ഇത്രയും വലിയ അവരുടെ ഒരു ജീവിത സ്വപ്നമാണ്, ഇത്രയും കാലഘട്ടം അധ്വാനിച്ചുണ്ടാക്കിയൊരു പൈസ കൊണ്ട് മേടിച്ചൊരു മൂല്യമാണ്. എന്നോട് പറയുമ്പോൾ അവർ വളരെ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. കുറേ നേരം എടുത്തു അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ തന്നെ. പറഞ്ഞതിൽ നിന്ന് കിട്ടിയ കുറേ വിവരങ്ങൾ നമുക്കവിടെ ആ സമയത്ത് കടന്നുപോയ വാഹനങ്ങളെക്കുറിച്ചൊരു വിവരം കിട്ടി. ആ ചില വാഹനങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് വിഷ്വൽസ് കിട്ടി. ഏകദേശം വാഗത്താനം പോലീസ് സ്റ്റേഷനിലെ CI ഉൾപ്പെടെ 18ഓളം നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം എനിക്കായിരുന്നു അതിൻ്റെ ലീഡർഷിപ്പ്. ഡെയിലി അത് കൃത്യമായിട്ടൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി ഓരോ ദിവസവും ഇത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു. ഒരു 18 പേരുടെ ടീം, അത് 2 പേരെ വെച്ച് നമ്മൾ 9ഓളം ടീം ഉണ്ടാക്കി. ആ ടീം ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് കൊടുത്തു. ഏകദേശം 200ഓളം ക്യാമറകൾ ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഈ സമീപസ്ഥങ്ങളായ മുഴുവൻ ജോയിൻ്റ് RT ഓഫീസിൽ നിന്ന് സസ്പെക്റ്റായ വാഹനങ്ങളെ ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ അത് ട്രേസ് ഔട്ട് ചെയ്യുന്നതിനായിട്ട് വാഹനങ്ങൾ ലിസ്റ്റ് കയറാക്കിയിട്ടുണ്ട്. ഇത്തരം കേസുകൾ ഉൾപ്പെട്ട MO ക്രിമിനൽസ് ആയ ആളുകളുടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അത് പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ സ്ഥലം നടന്ന സ്ഥലത്ത് ചുറ്റുപാടുകൾ ഏതെങ്കിലും ആൻറ്റി സോഷ്യൽസ് ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. 8 ദിവസം കൊണ്ട് ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റി, പ്രതികളിലേക്ക് എത്താൻ പറ്റി. അത് ഓരോ സ്ഥലത്തു നിന്ന് സ്റ്റെപ്പായിട്ട് നമ്മൾ കടന്ന് ഈ വ്യക്തി സ്കൂട്ടർ കടന്നുപോയ ഓരോ പാതയും ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോഴും നമുക്ക് വണ്ടിയുടെ നമ്പറിലേക്ക് നമ്മൾ എത്തിയിരുന്നില്ല. പക്ഷേ വ്യക്തികളുടെ ഇവരെ സഹായിക്കാനായിട്ട് ഈ മൊട്ടിച്ച മാല പറിച്ച റോബറി നടത്തിയ വ്യക്തിയെ സഹായിക്കാനായിട്ട് ഒരു സ്ത്രീ ഇടയ്ക്കൊന്ന് കയറുന്ന ഒരു വിഷ്വൽ നമുക്ക് ലഭിച്ചു. അങ്ങനെ ആ സ്ത്രീയിലോട്ട് അന്വേഷണം എത്തുകയും തുടർന്ന് പ്രതിയിലോട്ടെത്തുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2ാം പ്രതിയാണ് ആ സ്ത്രീ. അവർ മാല വിറ്റ സ്ഥലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. റിക്കവറിക്കായുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രതി സ്ഥിരം കുറ്റവാളിയാണ്. 7ഓളം മോഷണക്കേസിൽ സ്കൂട്ടർ മോഷണക്കേസിൽ പ്രതിയാണ്. നമ്മുടെ ഇപ്പോൾ ഈ ഡിറ്റക്ഷനോടുകൂടി നമുക്ക് ഗാന്ധിഗർഭ കേസിലെ ഒരു മോഷണക്കേസ്, സ്കൂട്ടർ മോഷണം, ഈ കേസിൽ ഈ മാല പറിക്കാൻ ഉപയോഗിച്ചത് ഒരു മോഷണ വണ്ടിയാണ്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അത് ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്. ഇത് കൂടാതെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെ ഒരു ബൈക്ക് മോഷണം, സ്കൂട്ടർ മോഷണം, എൻഡോർക്ക് സ്കൂട്ടറാണ്, അത് നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർച്ചയായ ഒരു എഫേർട്ട് കിട്ടും എന്നൊരു പ്രതീക്ഷയും ആ ചേച്ചിയുടെ സങ്കടം കണ്ടതിലുള്ള നമ്മുടെ ഒരു എഫേർട്ട് ഇതെടുത്ത് അവർക്ക് കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു വലിയൊരു ആഗ്രഹവും അതിനായിട്ട് ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കഠിന പ്രയത്നവും കൊണ്ടാണ് ഇത് കിട്ടിയത്. 8 ദിവസം കൊണ്ട് ഡിറ്റക്ഷൻ ആയെങ്കിലും ആ ചേച്ചി പറഞ്ഞതുപോലെ ഞങ്ങളാരും ഒരു നിമിഷം പോലും ഉറക്കത്തിൽ പോലും ഇതിനെക്കുറിച്ച് ഓർത്ത് ഇതെങ്ങനെ ഏത് രീതിയിൽ കണ്ടുപിടിക്കാം, ഏതൊക്കെ രീതിയിലുള്ള പരിശോധനകൾ ആവശ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നതും എഴുന്നേക്കുന്നത്. ഒന്നും വ്യക്തമല്ല. അമ്മയ്ക്ക് ജസ്റ്റ് ഒരു രൂപം അത്രയേ ഉള്ളൂ. ഹെൽമെറ്റ് അഴിച്ചിരുന്നില്ല.
ഗ്ലാസ് പൊക്കിയാണ് ഇയാൾ ചായ കുടിച്ചത്. വളരെ പ്രിപ്പയർഡാണ്. വെച്ചാൽ മോഷണം നടത്തി പരിചയമുള്ള ആളാണ്. എങ്ങനെ മോഷണം നടത്തണം എന്നുള്ളതും അതിനൊക്കെ അയാളെക്കുറിച്ച് ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞത് കള്ളത്തരമാണ്. ഇയാൾ ഇന്നയാളാന്നൊക്കെ പറഞ്ഞിരുന്നു. അത് നമ്മൾ പരിശോധിച്ചപ്പം അത് ശുദ്ധമായ കള്ളത്തരമാണ്. വളരെ പ്രിപ്പയർഡാണ്. ഒരു രീതിയിൽ കണ്ടുപിടിക്കത്തില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ പ്രതിക്കുണ്ടായിരുന്നു. അത് നമ്മൾ ബ്രേക്ക് ചെയ്ത് കൊടുത്തു. ഞങ്ങൾ അയാളിലേക്ക് എത്തിയപ്പോൾ അയാൾ പോലും അത്ഭുതപ്പെട്ടു. പോലീസ് എങ്ങനെ എന്നിൽ എത്തി എന്നുള്ളത് പുള്ളിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. നമ്പർ പ്ലേറ്റൊക്കെ വളച്ച് വെച്ചിട്ടാണ് അയാൾ ആ രീതിയിലൊക്കെ അയാൾ വളരെ എഫേർട്ട് ഇത് പിടിക്കരുത് എന്നൊരു എല്ലാ രീതിയിലുള്ള എഫേർട്ടും എടുത്തിരുന്നു. കൂടെ പണയം വെക്കാൻ കൂടെ കയറിയ സ്ത്രീ ഈ ഒന്നാം പ്രതിയുടെ സുഹൃത്താണ്. ഒന്നാം പ്രതിയെ രണ്ടാം പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തുടർന്ന് ഇനിയും അതിൻ്റെ കസ്റ്റഡി എടുത്ത് ബാക്കി നടപടികൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ കേസുകൾ ഡിറ്റക്ഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അമ്മയെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. കാര്യം അമ്മയ്ക്ക് ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമാണ് ഈ മാല. അതെ, പോലീസ് തിരികെ എടുത്തു കൊടുത്തിരിക്കുന്നത്. അതെ, അത് അവരുടെ കണ്ണുനീരാണ്. നമ്മൾ അവിടെ അവരെ ആ FIS എടുക്കുന്നത് മുതൽ, ആദ്യം കാണുന്നത് മുതൽ എൻ്റെ മക്കളെ എനിക്കത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണേ എന്ന് പറയുന്ന നമുക്കൊക്കെ സ്വന്തം അമ്മയെ പോലെ തോന്നും. ആ രീതിയിലാണ് അവർ നമ്മളെ കണ്ടതും നമ്മൾ അവരെ കണ്ടതും അങ്ങനെ തന്നെയാണ്.